കോടതി മുഖാന്തരം ജപ്തി ചെയ്തിട്ടിരിക്കുന്ന വസ്തുവിന് കരം കൊടുക്കാൻ പറ്റുമോ? പറ്റും. നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, കോടതി മുഖേന ചില വസ്തുക്കൾ ജപ്തി ചെയ്തിടാറുണ്ട്. ഈ വസ്തുവിന് കരം കൊടുക്കുന്നതിന് വേണ്ടി പലരും ഈ വില്ലേജ് ഓഫീസെ സമീപിക്കാറുണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന മറുപടി, ഇത് ജപ്തി ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് കരം കൊടുക്കാൻ പറ്റില്ല. ഇന്ന് ഞാനൊരു വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ, ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനാണ് പോയത്. അപ്പോൾ അവിടെ ഒരു വ്യക്തി കരം കൊടുക്കാനായിട്ട് അവിടെ വരുന്നു. കരം കൊടുക്കാനായിട്ട് വന്ന് പഴയ കരം കൊടുക്ക രസീത് അവിടെ കൊടുക്കുന്നു. അപ്പോൾ വില്ലേജ് അസിസ്റ്റന്റ് അത് മേടിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയുന്നു, ഈ വസ്തു ഒരു കേസിൽ ജപ്തി ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് കരം കൊടുക്കാൻ പറ്റില്ല. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ആ അസിസ്റ്റന്റിനോട് ചോദിച്ചു, ജപ്തി ചെയ്ത വസ്തുവിന് കരം കൊടുക്കാൻ പാടില്ല നിങ്ങളോട് ആരാ പറഞ്ഞത്? ദയവ് ചെയ്ത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ ജപ്തി ചെയ്ത വസ്തുവിന് കരം കൊടുക്കാം, പക്ഷേ അതിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, ഈ വസ്തു ഇത്ര നമ്പർ കേസിൽ ഇന്ന കോടതി ജപ്തി ചെയ്തിരിക്കുന്നു എന്ന് മെൻഷൻ ചെയ്യുക. കരം കൊടുക്കുക എന്ന് പറഞ്ഞത് അവരുടെ അവകാശമാണ്. അത് മാത്രമല്ല, ഈ കരം മേടിക്കുക എന്നുള്ളത് നിങ്ങളത് മേടിച്ച് ഗവൺമെന്റിന് കൊടുക്കുക. നിങ്ങൾക്കത് തടയാൻ പറ്റില്ല. കാരണം ഈ കരം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വരുമാനമാണ്. അത് ആർക്കും അത് തടയാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ തടയുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും, പരാതിപ്പെടും എന്ന് നിങ്ങൾ പറയുക. അതുകൊണ്ട് തന്നെ ഈ കരം കൊടുക്കുവാൻ, ജപ്തി ചെയ്ത വസ്തുവിൽ കരം കൊടുക്കുവാൻ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ആർക്കും അത് പറ്റില്ല എന്ന് പറയാൻ പോലും സാധ്യമല്ല. ഇനി നിങ്ങൾ ആരെങ്കിലും തന്നെ ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ നിങ്ങൾ നിങ്ങളുടെ വസ്തുവിന് കരം കൊടുക്കാൻ പോകുമ്പോൾ, ആ വസ്തുവിന് ഏതെങ്കിലും രീതിയിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരം കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇനി കരം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വില്ലേജ് ഓഫീസറോ വില്ലേജ് അസിസ്റ്റന്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പഠിപ്പിക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ടും കരം കൊടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജില്ലാ ഭരണാധികാരിയായ കളക്ടർക്ക് രേഖാമൂലം ഒരു ലെറ്റർ അങ്ങോട്ട് അയക്കുക, പരാതി ആയിട്ട് അയച്ചു കൊടുക്കുക. അതിൻ്റെ പരാതി കൊടുക്കുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ കോപ്പി എടുത്ത് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ പോസ്റ്റൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ പോസ്റ്റൽ റെസിപ്റ്റ് സൂക്ഷിച്ചു വെച്ചിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പരാതിക്കൊരു പരിഹാരം ഉണ്ടാകും. ഈ വില്ലേജ് ഓഫീസർ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ വസ്തുവിൻ്റെ കരം ഒടുക്കിത്തരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ജപ്തി ചെയ്ത വസ്തുവിന് കരം കൊടുക്കാം, യാതൊരു തടസ്സവുമില്ല. താങ്ക് യു.